നമ്മൾ എതിർക്കാനാകുന്നില്ലല്ലോ. മോനെ കൊണ്ട് കിട്ടിയ കാര്യം നമ്മളുകൊണ്ട് എല്ലാവരും ഈ കാര്യം മനസ്സിലാക്കിക്കൊണ്ട് ഈ കള്ളനെ തോൽപ്പിക്കാനുള്ള ഒരു നടപടി എല്ലാവരുടെ ഭാഗത്തും ഉണ്ടാവും. നമുക്കറിയാം, ഞാനിപ്പോ പ്രാഥമികനല്ലാന്നുള്ള കാര്യം നമുക്കറിയാം. പ്രസംഗിക്കാൻ എനിക്കറിയില്ല, എന്നാലും പറയാതെ ബഹുമാനപ്പെട്ട എംഎൽഎ സൂചിപ്പിച്ച പോലെ നമ്മളിവിടെ ഇപ്പൊ സ്ഥാനാർത്ഥിയായിട്ട് എല്ലാരും കൂടെ ചുരുക്കി പറഞ്ഞിട്ട് തലയിലേക്ക് വെച്ചു വന്നിട്ടുണ്ട്. ഞങ്ങളെല്ലാവരുടെ അഭ്യർത്ഥന മാറ്റി രണ്ട് കൈകൊണ്ടും എന്തിനും താങ്ങാൻ ഞങ്ങൾ ഉണ്ടാകും എന്ന് നിങ്ങളുടെ വാക്ക് വിശ്വസിച്ചുകൊണ്ട് ഞാനിപ്പോഴേക്ക് ഇറങ്ങിയതിന് ശേഷം വളരെയധികം മുന്നേറ്റം ഉണ്ടായി. ഒന്നാമത്തത്, വോട്ടെടുപ്പ് കഴിയുന്നതിന് മുമ്പ് തന്നെ ഞാൻ വിജയിച്ചു എന്നെനിക്ക് പ്രഖ്യാപിക്കേണ്ടതായി വന്നതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇവിടെ ഇന്ന് വരെ ഒരു വാർഡ് മെമ്പർ ചെയ്യാത്ത കാര്യങ്ങൾ വരെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. CS അച്യുതാനന്ദന്റെ ദുരിതാശ്വാസ നിധി, അതായത് പിന്നെ ആരോഗ്യ സംരക്ഷണം, അതുപോലെ പിന്നെ ചികിത്സാ ധനസഹായം, മറ്റുള്ള വരൾച്ചാ ദുരിതാശ്വാസം, ഇങ്ങനെ എന്തെല്ലാം പദ്ധതികളുണ്ടോ, ജനങ്ങൾക്ക് എന്തെല്ലാം ലഭിക്കും എന്നുള്ളത് ഇപ്പോൾ പൈങ്ങണ്ണൂരിലെ 8-10 വാർഡുകളിലെ എല്ലാവരെയും ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഒരു ഫയലും കയ്യിൽ പിടിച്ചുകൊണ്ട് ഒരു ഫോം കയ്യിൽ പിടിച്ചുകൊണ്ട് എല്ലാവരെയും ഇപ്പൊ വില്ലേജ് ഓഫീസിൽ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ ഞാനൊക്കെ ഇനി അഥവാ ജയിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്, യാതൊരു സംശയമില്ല. പക്ഷെ ജയിച്ചു കഴിഞ്ഞാൽ ജനങ്ങളെ മുന്നിൽ എത്തും എന്നൊരു ബോധ്യമായി കഴിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പൊ എല്ലാ വീടുകളിലും ഇപ്പൊ നിങ്ങൾക്കൊക്കെ അറിയാം, ഈ റഫീഖിന്റെ ഇപ്പൊ കേക്കത്ത ഹൈദരാബാദ് വിഷുവിന് പെൻഷൻ കിട്ടി, ഗവൺമെന്റ് കൊടുത്തു കഴിഞ്ഞു. കാരണം ഇവിടുത്തെ ആളുകളാണ് തീരുമാനിച്ചു കഴിഞ്ഞു. ബഹുമാനപ്പെട്ട നമ്മുടെ മെമ്പർ മുൻ പ്രസിഡന്റ് തീരുമാനിച്ചു കഴിഞ്ഞു, വിഷുവിന് പെൻഷൻ കിട്ടി. പൂങ്ങോട്ടിലെ കജാത്താക്ക് ഇപ്പൊ ഒരു മാസം മുമ്പ് വരെ പെൻഷന് വയസ്സായിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എന്താണ് എന്റെ പെൻഷൻ? ആദ്യം നിങ്ങൾക്ക് വയസ്സായിട്ടില്ല, നിങ്ങൾക്ക് പെൻഷൻ കിട്ടുക. ഇപ്പൊ ഇന്നലെ മുതൽ കജാത്താക്ക് പെൻഷനുള്ള വയസ്സായി. ഞാൻ നിങ്ങളൊക്കെ അന്വേഷിച്ചറിയാം. പൂങ്ങോട്ടിലെ മുസ്തഫാനോട് ചോദിച്ചാൽ മതി. ഞാൻ കണ്ട കാഴ്ചയാണ്. ഇതിലെ വില്ലേജ് ഓഫീസിലുണ്ട്, എന്താണ് വരുമാന സർട്ടിഫിക്കറ്റ് വേണം, പിന്നെ ഡോക്ടർ സർട്ടിഫിക്കറ്റ് വേണം, ഇതൊക്കെ ഉണ്ടെങ്കിൽ എന്താ കിട്ടുക? വിഷുവിന് കിട്ടും. അത് വിഷുവെന്നാ ഏപ്രിൽ 14 അപ്പൊ എന്നാ ഇലക്ഷൻ ഒക്ടോബറിൽ ഉറപ്പാണ് എന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. പിന്നെ ഇപ്പൊ നമ്മളെ ആൽക്കുംപാട് കുഞ്ഞോമാക്കാന്റെ വീട്ടില് അതൊക്കെ ഇന്നലെ ഉണ്ടായ സംഭവമാണ്. MLA അറിയുന്ന ഒരു കാര്യമാണ്. 2.5 വർഷമായി അവിടുത്തെ വീട്ടിൽ കേട് വന്നിട്ട് 2.5 വർഷമായി. എത്രയോ പരാതികൾ എഴുതി കൊടുത്തു. പിന്നീട് കഴിഞ്ഞ ഞായറാഴ്ച, അപ്പൊ ശനിയാഴ്ച ഞാൻ ഈ വാർഡുകളിൽ നടക്കുന്നതിന്റെ ഭാഗമായിട്ട് വീട്ടിൽ ചെന്നപ്പോ വീട്ടുകാർ പറഞ്ഞു, എന്തിനായി വീട്ടിൽ കേടുന്നിട്ട് കുറെ ദിവസമായിട്ട് 2 വർഷത്തോളമായി 450 രൂപ വെച്ചിട്ട് അടച്ചിട്ട് 2 വർഷമായി 150-160 രൂപ വന്നിട്ട് പരാതി കൊടുത്തിട്ട് മറിച്ചുകൊണ്ടു. അപ്പൊ ഞാൻ അപ്പം തന്നെ എനിക്ക് പറയുന്ന ഒരാളുണ്ട്, വളാഞ്ചേരി പിന്നെ LCC ഓഫീസിലെ സബ് എഞ്ചിനീയർ അബ്ബാസ് സാറ്, എന്റെ കുടുംബക്കാരൻ, എന്റെ പെങ്ങളെ റഫീഖിന്റെ മരുമകൻ അടിയൻ. അങ്ങനെ അവർക്ക് വിളിച്ച് ചോദിച്ചപ്പോ ഞങ്ങൾ വീട്ടിൽ നിന്ന് നാളെ തരാം, നാളെ ഫോൺ നമ്പർ തരാൻ തന്നെ അവരെ മുന്നിൽ തന്നെ കണ്ടു ചെയ്തുവെന്ന് മാത്രമല്ല, നമ്മളിപ്പോ ഒന്നാമത്തെ വീട്ടിലേക്ക് ഇപ്പൊ 3 ക്യാമറ വെച്ചിട്ടുണ്ട്. ആരൊക്കെ വരുന്നത്, എന്തൊക്കെ പോകണം, മറ്റതൊക്കെ പോകണം. ഇപ്പൊ കുഴിക്കാടയിലൊക്കെ സംസാരം എന്നിട്ട് ഇപ്പൊ ഞാനും ഗണേശനും കൂടെ PTA അംഗമാണ്. ഞാൻ TRന്റെ സ്കൂളിൽ ഗണേശന്റെ ജ്യേഷ്ഠന്റെ മോളെ കല്യാണം പറയാൻ വന്നപ്പോ റോട്ടിൽ സംസാര പെണ്ണുങ്ങൾ BJPക്കാര് അംശക്ക് സപ്പോർട്ട് കൊടുത്തു. നോമ്പിന് മുമ്പേട്ടാ, നോമ്പിന് മുമ്പേ BJPക്കാര് അംശക്ക് സപ്പോർട്ട് കൊടുത്തിട്ട് ഇന്നലെ രാത്രി ഗണേശൻ അംശന്റെ വീട്ടിൽ വന്ന് സംസാരിച്ചു. അംശന്റെ വീട്ടിൽ ഗണേശൻ വന്നിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. ഞാൻ ഗണേശൻ എന്നും കാണുന്നുണ്ട്. കാണുന്നോടൊക്കെ ഞാൻ വണ്ടിമ കയറ്റി കോൺഗ്രസ് സംസാരിക്കുന്നുണ്ട്.
പക്ഷേ ഈ ഗണേശൻ ഇവർക്ക് മുഖ്യ ശത്രുവാണ്. ഏതുവരെ ഞാൻ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുമ്പോഴും ഇവർക്ക് മുഖ്യ ശത്രുവാണ്. പിന്നെ ഈ ഗണേശൻ ഒരു സ്വഭാവം പേര് കൊടുത്തിട്ടില്ല. ഇന്ത്യയിലെ ഏറ്റവും നല്ല പാർട്ടിയാണ് ബി ജെ പി. ഇന്ത്യയിലെ ഏറ്റവും നല്ല പാർട്ടി. ബി ജെ പിനെ കളിച്ചു നോക്കാൻ നല്ലൊരു പാർട്ടിയില്ല. അതുകൊണ്ട് പൈങ്ങണ്ണൂരിൽ നിങ്ങൾ സ്ഥാനാർത്ഥികൾ നിശ്ചയം ചെയ്തു. പൈങ്ങണ്ണൂരിൽ നിങ്ങൾ സ്ഥാനാർത്ഥികൾ നിശ്ചയതോളൂ. ഇവർക്കൊക്കെ അറിയാം, ഇവിടുത്തെ ബി ജെ പി പ്രവർത്തകർക്ക് അറിയാം. ബി ജെ പിക്കാരോട് വന്ന് നിരന്തരം അഭ്യർത്ഥിച്ചു. അവർ പറഞ്ഞു ഞങ്ങൾ നിർത്താൻ തയ്യാറില്ല. ഒന്നാമത്തെ വോട്ടിന്റെ ഭാവശ്യം അത് ഉണ്ടെങ്കിൽ തന്നെ എത്ര വോട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളെ ജീവൻക്ക് വരെ ജീവൻ തരാൻ തയ്യാറുള്ള ഒരാളാണ് നമുക്ക്. അപ്പോൾ സ്ഥാനാർത്ഥിയാണെങ്കിൽ ഞങ്ങൾ നിർത്താൻ തയ്യാറില്ല എന്ന് പറഞ്ഞു. തീരുമാനിച്ചു. നമ്മൾ സ്കൂളിൽ വെച്ച് കൺവെൻഷൻ കൂടി. ഇവരൊക്കെ പങ്കെടുത്തു. പിന്നെ വരുന്ന വിളിയോടുന്ന ജില്ലാ നേതൃത്വം ഗണേശൻ ജില്ലാ നേതൃത്വത്തിന് വേണ്ടി ഇപ്പൊ അന്നത്തെ അരി നമുക്കൊക്കെ അറിയാം. അവരെ ജില്ലാ നേതൃത്വത്തിലേക്ക് വിളിക്കുന്നത് നിങ്ങള് രാഷ്ട്രീയക്കാരായിട്ട് ബന്ധമില്ല എന്നല്ല പറഞ്ഞു. പിന്നെ രാഷ്ട്രീയത്തിൽ പരസ്യമായിട്ട് അലി അറിഞ്ഞിട്ടുണ്ട് നിങ്ങളെ സംഘടന ക്ഷീണം ചെയ്യും, നിങ്ങളത് നിർത്തില്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ വേണ്ട നടപടി എടുക്കേണ്ടത്. അലിയോട് ചോദിച്ചു നോക്കി. ഇന്നലെയാണ് വിളിക്കുന്നത്. അലി പറഞ്ഞു ഞങ്ങൾ ജീവന് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ തീരുമാനത്തിൽ നിന്ന് മാറ്റില്ലാന്ന് അലി പറഞ്ഞു. സംഘടനത്തോട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലായി. അപ്പൊ എന്താ വെച്ചാൽ ഇവിടെ എന്റെ മുന്നിൽ നിങ്ങൾക്ക് ജാതിയില്ല, മതമില്ല. ഞാൻ എല്ലാവരെയും ഒരേ മനുഷ്യരായി കാണും. പക്ഷെ ഇതിന് എനിക്ക് പറയാനുള്ള എന്താ വെച്ചാൽ ഇതിന്റെ അർഹതപ്പെട്ടവർ എന്ത് ആനുകൂല്യം ഉണ്ടെങ്കിലും ആ ആനുകൂല്യം എന്ത് തന്നെയാണെങ്കിലും എത്ര ജീവൻ പറഞ്ഞ കാര്യമാണെങ്കിലും ഞാൻ പിന്നെ ഇവരെ പ്രവർത്തകരോട് പറഞ്ഞു പ്രത്യേകിച്ചൊക്കെ തല പോയി. അതുപോലെ ഉസ്മാന്റെ തല വെട്ടിയിട്ട് പൈങ്ങണ്ണൂർ അങ്ങാടിയിൽ ഉള്ളിലോ പൂക്കും ഇതൊക്കെ ഏർപ്പെട്ടേക്കാണ്. അവരുടെ മാതിരി ആരെങ്കിലും ശരീരത്തിൽ ഒരു വിരല് തൊട്ടാൽ നിങ്ങൾ പറഞ്ഞു പറയും അവരുടെ ശരീരത്തിൽ പക്ഷെ നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. ഇന്റെ ജീവൻ പോയിട്ടാണെങ്കിൽ ഇന്റെ കൂടെ നിൽക്കുവാൻ ഞാൻ സംരക്ഷിക്കുന്നു. അതുകൊണ്ട് ഞാനിവിടെ വിജയിച്ചായി പ്രഖ്യാപിക്കുന്നു.